കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, യൗവനക്കാരെ, കുഞ്ഞുകുട്ടികളെ, നിങ്ങളേവരെയും കർത്താവ് സ്നേഹിക്കുന്നു. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്ന ഒരു സ്നേഹനിധിയായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചുകൊണ്ട്, മകനെ, പ്രിയമകളെ, നിനക്കും രക്ഷയ്ക്ക് സാധ്യതയുണ്ട്, നിനക്കും രക്ഷിക്കപ്പെടാം, നിനക്കും നിത്യജീവൻ്റെ ഓഹരിക്കാരായിത്തീരാം, നിനക്ക് സ്വർഗരാജ്യത്തിൻ്റെ അവകാശം പ്രാപിക്കാം. ഈ സദ്വർത്തമാനം ജീവുള്ള ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണത്താൽ സാധ്യമാക്കി തീർത്തു എന്നുള്ള സദ്വർത്തമാനം. ആ സദ്വർത്തമാനമാണ് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നത്. കർത്താവിന് സ്തോത്രം. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം, അതിനവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. എന്താണ് ഈ പ്രയാസമുള്ള കാര്യം? പെട്ടെന്നങ്ങ് ഈസി ആയിട്ട് കിട്ടാത്ത കാര്യം എന്താണ്? ഓടിച്ചെന്നിഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വരാനോ ഓടിച്ചെന്നിഞ്ഞ് എടുത്തുകൊണ്ട് പോരാനോ കഴിയാത്ത കാര്യം എന്താണ്? അത് ഈ ഭൂമിയിലേക്കും വെച്ച്, ഈ പ്രപഞ്ചത്തിലേക്കും വെച്ച് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ്. എന്താണത്? അത് പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിനെ വിലയുള്ളതായി കാണുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് വിലപ്പെട്ടവനാണ്. ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ, ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഏറ്റവും വിലപ്പെട്ടവനാണ്. കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് കാര്യസ്ഥനാണ്. പരിശുദ്ധാത്മാവ് വഴികാട്ടിയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണ്, കംഫർട്ടർ. നമുക്ക് ആശ്വാസം തരും. നാം ചുട്ട് പഴുത്ത മണലാരണ്യത്തിലൂടെ നടക്കുന്നത് പോലെ ഹൃദയവും മനസ്സും വാടി, മുഖവും വാടി, ജീവിതം മുഴുവൻ വാടി തകർന്നിനി മരിച്ചാൽ മതിയെന്നോർത്ത് പോകുന്ന മനുഷ്യ ജീവിതത്തിൽ, ഓ ഹല്ലേലൂയ, പൊൻപുലരിയിൽ ആകാശത്ത് നിന്ന് പനിമഞ്ഞ് വീഴുന്നത് പോലെ മനുഷ്യഹൃദയത്തിലേക്ക് ആശ്വാസം പകർന്നു തരുന്ന ആശ്വാസപ്രദനാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക അതത്ര എളുപ്പമല്ല, പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ കിട്ടും, കിട്ടാതിരിക്കില്ല, കിട്ടിയിരിക്കും. സ്തോത്രം. പക്ഷെ അതിന് ചില സ്റ്റെപ്പുകൾ വേണം. ഇവിടെ ഏലിയാവും ഏലീശയും ഗിൽഗാലിലാണ്. അവർ ഗിൽഗാലിൽ നിന്ന് മാറുകയാണ്. എന്താണ് പ്രിയരെ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് സൂചിപ്പിച്ചു, എന്നാൽ അല്പം വിശദമായി പറയാമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഗിൽഗാൽ? ഗിൽഗാലിൻ്റെ അർത്ഥം റോളിങ് അവേ അല്ലെങ്കിൽ റോൾഡ് അവേ എന്നുള്ളതാണ്. ഉരുട്ടി മാറ്റുക, നീക്കം ചെയ്യുക. എന്താണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉരുട്ടി മാറ്റേണ്ടത്? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെല്ലാം ഉരുട്ടി മാറ്റണം, അതെല്ലാം നീക്കം ചെയ്യണം. കർത്താവിന് സ്തോത്രം. എന്തെല്ലാമാണത്? പാപജീവിതത്തിൽ, ഇതുവരെ പോയ പാപജീവിതത്തിൽ നിന്നും ഒരു മടങ്ങി വരവ്, പാപമോചനം നമുക്ക് പ്രാപിക്കണം. പാപങ്ങൾ ഉരുണ്ടുമാറണം. 2, ശാപങ്ങൾ ഉരുണ്ടുമാറണം. തിന്മകൾ ഉരുണ്ടുമാറണം. പഴയ മനുഷ്യൻ ഉരുണ്ടുമാറണം. കർത്താവിന് സ്തോത്രം. ക്രിസ്തുവിനോട് ചേർന്നുള്ളൊരു പുതിയ തുടക്കം. ഒരുത്തൻ ക്രിസ്തുവിലാകുന്ന അനുഭവം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, പഴയത് പാടില്ല. മാത്രമല്ല, ആത്മീയ യാത്രയുടെ തുടക്കം, രക്ഷിക്കപ്പെടുക. ഒരു തുടക്കമില്ലാതെ ഒടുക്കമെത്താൻ പറ്റുകയില്ല, ഒന്നിലും പറ്റുകയില്ല. ഒരു ഓട്ടമാണെങ്കിൽ ഓട്ടത്തിനൊരു തുടക്കമുണ്ട്, അതിനൊരു ഒടുക്കമുണ്ട്. ഒടുക്കം സക്സസ് ആണെങ്കിൽ ഒരു നല്ല തുടക്കവും വേണം. സ്തോത്രം. ക്രിസ്തുവിൽ ജനിക്കുക എന്നുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവം. ക്രിസ്തുവിൽ ജനിച്ചാലേ ക്രിസ്തുവിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ. ക്രിസ്തുവിൽ ജീവിച്ചാലേ ക്രിസ്തുവിൽ മരിക്കാൻ പറ്റുകയുള്ളൂ. ക്രിസ്തുവിൽ മരിച്ചാലേ ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിൽ എടുക്കപ്പെടാൻ പറ്റുകയുള്ളൂ. ഇതൊരു കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ പഴയ മനുഷ്യൻ മരിക്കണം. കർത്താവിന് സ്തോത്രം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, പുതുവീഞ്ഞ് പുതിയ തുരുത്തിലേ പകരുകയുള്ളൂ, പുതുവീഞ്ഞ് പഴയ തുരുത്തിൽ പകരുകയില്ല. പകരപ്പെട്ടാൽ തുരുത്തി പൊളിഞ്ഞു പോകും, വീഞ്ഞൊഴുകിപ്പോകും. പഴയ തുണിക്കടത്തോട് ചേർന്ന് പുതിയത് തുന്നിച്ചേർക്കാറില്ല. എന്തുകൊണ്ട്? അത് ചീന്തിപ്പോകും, ചീന്തൽ വലുതാകും. കർത്താവിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം പുതുതാകണം. പഴയ പാപങ്ങളോട് യാത്ര പറയണം. അതാണ് ഗിൽഗാൽ. ഗിൽഗാലിൻ്റെ അനുഭവത്തിലാണ് ഇപ്പോൾ എലീശ. കർത്താവിന് സ്തോത്രം. അതിന് ആ ഗിൽഗാലിൻ്റെ അനുഭവം തരുവാനായി ദൈവം തൻ്റെ ശ്രേഷ്ഠപ്രവാചകനായ എലിയാവേയും എലീശയുടെ കൂട്ടത്തിൽ നിർത്തിയിരിക്കുകയാണ്. അതേ, ഇന്ന് ലോകമെമ്പാടും കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ അഭിഷിക്തരെ, കർത്താവിൻ്റെ വേലക്കാരെ, പ്രവാചകന്മാരെയും ഇടയന്മാരെയും ശുശ്രൂഷകരെയും ഉപദേശകന്മാരെയും
എല്ലാം കർത്താവാക്കിയിട്ടുണ്ട് ഇല്ലേ? 5-fold മിനിസ്ട്രി. എന്തിനാണത്? ഏതെങ്കിലും ഒരു പാപി മാനസാന്തരപ്പെട്ട് വരാനുള്ള ദൈവവചനം കൊടുക്കുന്നു, അവർക്ക് അനുതാപം കൊടുക്കുന്നു, അവർക്ക് ഗൈഡ് ചെയ്യുന്നു, അവർക്ക് ചില ആത്മീയ സത്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ദൈവം ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഉപദേശകന്മാരായും നിർത്തുന്നു. എന്തിന്? ജനത്തെ രക്ഷിക്കാൻ. പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ അവന് പാപമുണ്ടോ എന്ന് എങ്ങനെ അറിയും? വചനം കേൾക്കുമ്പോഴാണ് അറിയുന്നത്. അതിന് സുവിശേഷകന്മാർ വേണം. ആ ഒരു രക്ഷയിലേക്ക് വന്നു എല്ലാം തികഞ്ഞവനായി എന്ന് ചിന്തിക്കുന്ന മനുഷ്യന് ആഴത്തിൽ ഉപദേശം കൊടുക്കാൻ, അവന് പ്രവചനങ്ങൾ കൊടുക്കാൻ, അല്ലെങ്കിൽ അവന് അപ്പോസ്തലത്വത്തിൻ്റെ വഴിയിലൂടെ നയിക്കുവാൻ ഉപദേഷ്ടകന്മാർ വേണം, ഉപദേശം കൊടുക്കാൻ വേണം. ദൈവം അവരെക്കുറിച്ച് എന്തറിയുന്നുവെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രവാചകന്മാർ വേണം. അവർക്ക് ചില ആത്മാവിൻ്റെ പകർച്ചകൾ പകർന്നു കൊടുക്കുവാനായി അപ്പോസ്തലന്മാർ വേണം. എല്ലാവരും വേണം. അപ്പോസ്തലൻ വേണം, പ്രവാചകൻ വേണം, ഉപദേഷ്ടകൻ വേണം, സുവിശേഷകൻ വേണം, ഇടയൻ വേണം. ഇടയൻ, ആടുകളെ ഇടയൻ നടത്തുന്നത് പോലെ ജനത്തെ നടത്താൻ ഇടയന്മാർ വേണം. ഇതെല്ലാം ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പാവപ്പെട്ട സുവിശേഷകരെ കാണുമ്പോൾ കളിയാക്കരുത്. മോനെ, നിന്റെ ആത്മാവിൻ്റെ നന്മയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവം അപ്പോയിന്റ് ചെയ്തവരാണവർ, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണവർ. അവരൊരു പ്രവചനം പറയുമ്പോൾ നീ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിന്നെ അങ്ങനെ പരിശുദ്ധാത്മാവ് തൊടും. കഴിഞ്ഞ പ്രാവശ്യം ഒരു മനുഷ്യനോട് പറഞ്ഞു, ഒരു ദൈവദാസൻ പറഞ്ഞു, സാറേ എനിക്ക് പ്രവചനത്തിലൊന്നും വലിയ വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു, അതെന്താ? എനിക്ക് ഇത്ര ഗൗരവം തോന്നി. അതെന്താ അങ്ങനെ? സാറേ, ഒത്തിരി കള്ളപ്രവാചകന്മാരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, കള്ളപ്രവാചകന്മാർ മുഴുവനുണ്ടെന്ന് പറഞ്ഞ് നല്ല പ്രവാചകന്മാരില്ലേ? ഞാൻ ഗൗരവമായിട്ട് തന്നെ പറഞ്ഞു. കാരണം എനിക്കതൊക്കെ കേൾക്കുന്നത് അത്ര രുചികരമല്ല. പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രവചനം ഉണ്ടാകും, അവിടെ കൃപാവരങ്ങൾ ജ്വലിക്കും, അവിടെ അന്യഭാഷ ചിലപ്പോൾ പറയും. അതിനെ വചനമറിയാത്തവരും ഇതിൻ്റെ ആഴങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അറിയാത്തവർ അവർ വ്യാഖ്യാനിക്കും, ദുർവ്യാഖ്യാനം ചെയ്യും. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, കള്ളനോട്ട് ഉള്ളത് എന്തുകൊണ്ടാണെന്നറിയാമോ? നല്ല നോട്ട് ധാരാളം ഉള്ളതുകൊണ്ടാണ് കള്ളനോട്ട്. അപ്പൊ നല്ല പ്രവാചകന്മാർ ഒത്തിരി പേരുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കള്ളപ്രവാചകന്മാർ. എനിക്കങ്ങനെ അനുഭവം ഇല്ല. പക്ഷേ അതുകൊണ്ട് എല്ലാം കള്ളപ്രവാചകന്മാരാണെന്ന് ചിന്തിക്കരുത്. ഉടനെ തന്നെ കർത്താവിൻ്റെ മനസ്സിൽ തന്നു, എല്ലാം കള്ളനോട്ടാണെന്ന് ഒരു മനുഷ്യൻ ചിന്തിച്ച് തൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന, പേഴ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന, തൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന, തൻ്റെ കൈവശമുള്ള മുഴുവൻ നോട്ടുകളും കള്ളനോട്ടാണെന്ന് ചിന്തിച്ചാൽ ആ മനുഷ്യൻ്റെ സ്വസ്ഥത പോയി അദ്ദേഹം ഒരു മനോരോഗിയായി തീരും. കാരണം അദ്ദേഹം പോക്കറ്റിൽ നോട്ടിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് പേടിയാണ്, ഇത് കള്ളനോട്ട് പോലീസ് പിടിക്കുമോ? ഒരു കടയിൽ ഒരു സാധനം വാങ്ങിക്കാൻ ഒരു നോട്ടെടുത്ത് കൊടുക്കുമ്പോൾ അയ്യോ ഇത് കള്ളനോട്ടാണോ, അദ്ദേഹത്തിന് കൈവിറയ്ക്കും, അദ്ദേഹത്തിൻ്റെ ജീവിതം അമ്പേ പരാജയമാകും. അതുകൊണ്ട് എല്ലാം കള്ളപ്രവാചകന്മാരാണെന്ന് നിങ്ങൾ മുദ്ര കുത്തി പോയാൽ നിങ്ങളുടെ ആത്മജീവിതം തകർന്നു പോകും. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, സാറേ ഇങ്ങനെ ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല, ഇത് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം വീശി, ഞാൻ ഇനി അങ്ങനെ ചിന്തിക്കുകയില്ല. അങ്ങനെ ചിന്തിക്കരുത് പ്രിയരെ. ഒരിടത്തൊരു തെറ്റുണ്ടെന്ന് വിചാരിച്ചാൽ എല്ലാം തെറ്റാവണമെന്നില്ല. ഒരാൾക്കൊരു തെറ്റ് പറ്റി, ആ ഓടെ ആക്ഷേപിക്കരുത്. അങ്ങനെ ആക്ഷേപിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ ദൈവവേല ചെയ്യുന്ന ഏതെങ്കിലും സഭയാകട്ടെ, അത് എപ്പിസ്കോപ്പൽ സഭയാകട്ടെ, അത് നവീകരണ സഭയാകട്ടെ, ഏത് സഭയുമാകട്ടെ, ഏതെങ്കിലും ഒരു ശുശ്രൂഷകനൊരു തെറ്റ് വന്നു, അതുകൊണ്ട് എല്ലാവരും കള്ളന്മാരെന്ന് പറയരുത്. മോനെ, അത് നിനക്ക് ബന്ധനമാകും. നിനക്ക് ആത്മീയമായി ഒന്നും കിട്ടുകയില്ല. കർത്താവിൻ്റെ സ്തോത്രം. കള്ളന്മാരുണ്ടാവും, ആയിക്കോട്ടെ. കർത്താവ് ആ കള്ളന്മാരുടെ അടുക്കലേക്ക് അടുക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? വരുന്നവരെല്ലാവരും കള്ളന്മാരാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. കർത്താവിൻ്റെ സ്തോത്രം. ഇന്നും പ്രവാചകന്മാരുണ്ട്, ഇന്നും അപ്പോസ്തലന്മാരുണ്ട്, ഇന്നും ഉപദേശകന്മാരുണ്ട്, ഇന്നും സുവിശേഷകന്മാരുണ്ട്, ഇന്നും ഇടയന്മാരുണ്ട്, നല്ല ഇടയന്മാരുണ്ട്. പേടിക്കൊന്നും വേണ്ട. എല്ലാം കള്ളയിടയന്മാരൊന്നും വിചാരിക്കണ്ട. കർത്താവിന് സ്തോത്രം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ വകയില്ലാത്ത വേലക്കാരായുള്ള അനേകായിരം ശുശ്രൂഷകരുണ്ട്. എൻ്റെ പ്രിയരെ, യൂട്യൂബിലൂടെ എല്ലാം പാവപ്പെട്ട സത്യത്തിൻ്റെ ആത്മാവിൽ ശുശ്രൂഷ ചെയ്യുന്ന ദൈവമക്കളിട്ട് അലക്കുകയാണ്, വലിച്ചു കീറുകയാണ്. വലിച്ചു കീറുന്നവർ അറിയുന്നുണ്ടോ അവരുടെ മേലും ഓരോ തലമുറകളുടെ മേലും വരാൻ പോകുന്ന ദൈവിക ന്യായവിധിയും ആ വലിയ ശാപവും? ഇപ്പം നല്ല രസമാണ്. യൂട്യൂബിലൂടെ അനേകർ ലൈക്ക് അടിക്കുമ്പോൾ ഒരു ഉള്ളിലൊരു കുളിർമ. യൂട്യൂബിൽ ഒരുപടി ആളുകൾ കയറുമ്പോൾ യൂട്യൂബുകാർ അയച്ചു കൊടുക്കുന്ന പൈസ കിട്ടുമ്പോൾ ഒരു സന്തോഷം. മോനെ, അതൊക്കെ തീരാൻ അധികം സമയം വേണ്ട. നീ ഒരിക്കൽ സത്യം അറിയും. ഇതൊരു വാണിംഗ് തന്നെയാണ് പ്രിയരെ. നിങ്ങൾ ഒരിക്കലും ഈ സത്യം അറിയും. അയ്യോ അന്ന് തിരുത്താൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് വോൾട്ടയർ, നിരീശ്വരനായിരുന്ന ഫ്രഞ്ച് താത്വികാചാര്യനായിരുന്ന വോൾട്ടയർ, നിരീശ്വരവാദത്തിൻ്റെ തൻ്റെ തത്വങ്ങളും സംഹിതകളെല്ലാം ലോകം മുഴുവൻ പരത്തി. അദ്ദേഹം വെല്ലുവിളിച്ചു,
യേശു തൻ്റെ 12 ശിഷ്യന്മാരെ കൊണ്ട് ഈ ലോകം മുഴുവൻ സുവിശേഷം അറിയിച്ചുവെങ്കിൽ ഞാനൊരു ഫ്രഞ്ചുകാരൻ ഒരൊറ്റയാൾ മതി ഈ സുവിശേഷത്തെ തച്ചുടയ്ക്കാൻ. അദ്ദേഹം പറഞ്ഞു, ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ ബൈബിളിൻ്റെ ഒരു പ്രതി പോലും കിട്ടുകയില്ല. വീമ്പിളക്കി. പക്ഷെ അദ്ദേഹം മരണക്കിടക്കയിൽ കിടക്കുകയായിരുന്നു. എല്ലാവർക്കും ഉണ്ട് കേട്ടോ മരണം. എല്ലാവരും മരിക്കും. ജനിച്ചവരൊക്കെ മരിക്കും. ഒരു മരണമുണ്ട്, ഒരു ന്യായവിധിയുണ്ട്, ഒരു സ്വർഗമുണ്ട്, നരകമുണ്ട്. മറക്കല്ലേ. മരണക്കിടക്കയിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ ചെയ്തതെല്ലാം തെറ്റിപ്പോയി. അദ്ദേഹം നരകത്തിയിലേക്ക് താണു പോകുന്ന പോലെ അദ്ദേഹത്തിന് തോന്നുകയാണ്. അദ്ദേഹം നിലവിളിച്ചു, ഓ ഐ ആം സിങ്കിങ് ഡീപ് ഡീപ് ഇൻ ടു ദി ഫയർ ഓഫ് ഹെൽ. ഹൂ ക്യാൻ റെസ്ക്യൂ മീ ഫ്രം ദിസ് ഫയർ ഓഫ് ഹെൽ? അദ്ദേഹം മനസ്സിലായി, ഞാൻ നരകത്തിയിലേക്ക് താണുപോവുകയായി, ആരെന്നെ രക്ഷിക്കും? കൂടെ നിന്ന് ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞു, ശിഷ്യവൃന്ദങ്ങളോട് പറഞ്ഞു, എന്നെ രക്ഷിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ക്രിസ്തുഭക്തനെ വിളിച്ചുകൊണ്ട് വരിക. അവർ വിളിച്ചില്ല. അദ്ദേഹം നിത്യനരകത്തിലേക്ക് പോയി. അദ്ദേഹത്തെ ചികിത്സിക്കാനായി കൂടെ നിന്ന ആ ഒരു നേഴ്സ് പറഞ്ഞു, ഫ്രാൻസിലെ മുഴുവൻ സ്വത്ത് തന്നാൽ ഞാൻ ഈ ഒരു നിരീശ്വരൻ്റെ മരണക്കിടക്കയിൽ ഞാൻ ശുശ്രൂഷിക്കുകയില്ലെന്ന്. അത്ര ഭീകരമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. അദ്ദേഹം പറഞ്ഞില്ലേ, ഈ ബൈബിളിൻ്റെ ഒരു പ്രതി പോലും കാണുകയില്ലെന്ന്. ഏത് ബിൽഡിങ്ങിൽ നിന്ന് അദ്ദേഹം പറഞ്ഞുവോ, ഇന്ന് ബൈബിളിൻ്റെ ഗോഡൗണായി അത് തീർന്നിരിക്കുകയാണ്. സ്തോത്രം. എൻ്റെ പ്രിയരെ, ദൈവമുണ്ട്, സത്യമായൊരു ദൈവമുണ്ട്. ദൈവത്തോട് കളിക്കല്ലേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ചോദ്യം ചെയ്യല്ലേ, ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ ആത്മാവിൽ ശുശ്രൂഷ ചെയ്യുന്ന ദൈവമക്കളെ നിങ്ങൾ വലിച്ചു കയറില്ലേ. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്കറിയാൻ വയ്യേ, മിണ്ടണ്ട. കർത്താവ് തക്ക സമയത്ത് ആരും കേൾക്കുന്ന ദോഷമുണ്ടെങ്കിൽ അവരെ കർത്താവ് നിയന്ത്രിച്ചോളും. ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം നീ എടുക്കല്ലേ മോനെ, മകളെ. ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം നീ എടുത്ത് എല്ലാവരെയും വിധിക്കല്ലേ. ഇന്ന പ്രവാചകൻ അങ്ങനെയാ, ഇന്ന ദൈവദാസൻ അങ്ങനെയാ, ഇങ്ങനെ പറഞ്ഞ് വിധിച്ചുകൊണ്ടിരുന്നാൽ നീ വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കപ്പെടും. ഹേ അന്യനെ വിധിക്കുന്നവനെ നീ നിന്നെ തന്നെ വിധിക്കാത്തതെന്ത്? ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. എന്താണ് ഗിൽഗാൽ? ഉരുണ്ടുപോകുന്നു. റോൾഡ് അവേ ഓൾ മൈ സിൻസ്, റോൾഡ് അവേ ഓൾ മൈ കേഴ്സ്, റോൾഡ് അവേ. എല്ലാ തിന്മകളും എല്ലാ ശാപങ്ങളും ഒഴുകിപ്പോകുന്ന രംഗമാണ് ഗിൽഗാൽ. ആ ഗിൽഗാലിൻ്റെ അനുഭവമാണ് ഒന്നാമത്തെ അനുഭവം. ഈ അനുഭവം ഉണ്ടെങ്കിലേ പരിശുദ്ധാത്മാവിന് കിട്ടുകയുള്ളൂ. ഇനിയും പരിശുദ്ധാത്മാവ് ലഭിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് നമുക്ക് തുറന്ന് ചിന്തിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കട്ടെ. ഇന്ന് എന്ത് ചിന്തിക്കുന്നു? ഒരു പുതിയ സൃഷ്ടിയാകാൻ മനസ്സുണ്ടോ? ക്രിസ്തുവിലേക്ക് വരാൻ മനസ്സുണ്ടോ? ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകും. പ്രിയരെ, നിന്റെ പഴയത് മാറും. മോനെ, നിന്റെ പഴയ കോപം, നിന്റെ പഴയ മദ്യപാനം, പഴയ വ്യഭിചാരാസക്തി, പഴയ തിന്മകൾ, പഴയ ദ്രവ്യാഗ്രഹം, പഴയ മോഷണ സ്വഭാവം, പഴയ കുറ്റം പറയുന്ന സ്വഭാവം, മറ്റുള്ളവർ വിധിക്കുന്ന സ്വഭാവം എല്ലാം പോയി, എല്ലാം ഒഴുകിപ്പോവും. പഴയ പുകവലി ശീലം, ഏതെങ്കിലും പാപത്തിൽ അഡിക്റ്റഡായി നിങ്ങൾ കിടക്കുന്നുണ്ടോ? എല്ലാം പോവും ക്രിസ്തുവിലേക്ക് വന്നാൽ. ഗിൽഗാലിൻ്റെ അനുഭവം നിങ്ങൾക്ക് ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് കൊടുക്കൂ. ഞാൻ ഇന്നു മുതൽ ക്രിസ്തുവിലൊരു പുതിയ സൃഷ്ടിയാകും, യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവായി സ്വീകരിക്കും നിങ്ങൾ പറയൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾക്കും ഒരിക്കൽ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനിടയാകും. നിങ്ങളുടെ ഒന്നാമത്തെ തുടക്കമായി ഗിൽഗാലിൻ്റെ അനുഭവം, യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതം വേർതിരിക്കുന്ന ഭാഗ്യ അനുഭവം, പാപങ്ങൾ ഉരുണ്ടുപോയ അനുഭവം, ആ ഗിൽഗാലിൻ്റെ അനുഭവം കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? നിങ്ങൾ ഞങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.